ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിപ്പോയി. ഇപ്പോൾ സമയം 3:30 ആണ്. അപ്പോൾ നമ്മുടെ 8:30 PM അല്ല 9 o'clock വീഡിയോ അല്ല, അതുകൊണ്ട് വേഗമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞേക്കാം. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. വേഗം തന്നെ പ്രൊഡക്ട്സ് കാണാം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ ഈ ഒരു ചൂട് സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സൈഡ് സിറ്റഡ് എ-ലൈൻ മോഡൽ ടോപ്പാണ്. ഇതുണ്ട്, ഫ്രണ്ടിലേക്ക് നല്ല നല്ല അടിപൊളി ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷൻ നല്ല ഭംഗിയിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു പാച്ച് വർക്ക് ഉണ്ട്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട, നല്ല വലിയ ദുപ്പട്ടയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ ദുപ്പട്ട. മെറ്റീരിയൽ വരുന്നത് മൽ കോട്ടൺ ആണ്. കോട്ടൺ ലൈനിങ് ആണ്. ബോട്ടം പീസ് വരുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം. ഒരു നല്ല രസമുള്ള പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. പ്രൈസ് വളരെ അഫോർഡബിൾ ആണ്. 1090. മീഡിയം തൊട്ട് XXL വരെ ഞാൻ വെയർ ചെയ്യുന്നത് ലാർജ് സൈസ്. നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് പിങ്ക്. നമ്മൾ കണ്ട് ബോറടിച്ച ആ ഒരു നെക്ക് പാറ്റേണേ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. യു ഷേപ്പിൽ പാച്ച് വർക്കും ഗ്യാദേഴ്സും ആണ്. വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ്. നല്ല കിഡിലൻ ദുപ്പട്ട, നല്ല സോഫ്റ്റ് മൽ കോട്ടൺ ദുപ്പട്ട ആൻഡ് മൽ കോട്ടൺ ബോട്ടം. 3 പീസ് സെറ്റ്സ് ആണ്. വെരി കംഫർട്ടബിൾ. മീഡിയം തൊട്ട് XXL വരെ 1090. അപ്പോൾ 2 ഡാർക്ക് കളേഴ്സ് കണ്ടു. ഇനി 2 പേസ്റ്റൽ കളേഴ്സ് കാണാം. ക്ലോസർ ഷോട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ്. സൈഡ് സെറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ എ-ലൈൻ മോഡലാണേ. സോ സ്ലിറ്റുകാർക്കും എ-ലൈൻകാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. 1090. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക്, അതിൻ്റെ ഒരു പേസ്റ്റൽ ചാർട്ട്. അപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 പ്രൊഡക്ട്സ്, ബട്ട് മോഡൽ സെയിം ആണ്. അതായത് നമ്മുടെ സൈഡ് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, ബട്ട് ദ സെയിം ടൈം നമ്മൾ എ-ലൈൻ മോഡലിൽ M2 XXL. ദാറ്റ് മീൻസ് 38 തൊട്ട് 44 സൈസസിൽ അവൈലബിൾ ആണ്. മൽ കോട്ടൺ ആണ്. 1090. നെക്സ്റ്റ് നമ്മളൊരു കിഡിലൻ കളക്ഷനാണ് കാണുന്നത്. ഈ ഒരു ചൂട് സമയത്ത് ഡ്രസ്സായിട്ടും കുർത്തിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. അടിപൊളിയായിട്ടുള്ള നെക്ക് പാറ്റേൺ, 3/4 സ്ലീവ്. നമ്മുടെ ഒരു ബസ് ലൈനിൻ്റെ താഴെ നിന്നും കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുന്ന എ-ലൈൻ ആണ്. കോട്ടൺ ലൈനിങ് ആണ്. എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു എൽബോയിന്ന് ഒരു 2 ഇഞ്ച് താഴെ നല്ല രസമുള്ള ഒരു സ്ലീവ് പാറ്റേൺ ആണ്. ഭയങ്കര യങ് ആൻഡ് ക്യൂട്ട് ലുക്ക് തരുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. നിങ്ങൾ 3/4 ഇടൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് വിട്ടിട്ട് ഈ ഒരു മോഡലൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. S2 XXL ആണ്. 659 ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ്. നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് പേസ്റ്റൽ ചാർട്ടാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ്. നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും എടുത്ത് നോക്കണം. അത്രയും രസമാണ്. ഭയങ്കര ക്യൂട്ടസ്റ്റ് പ്രിൻറ്റും ക്യൂട്ടായിട്ടുള്ള കളേഴ്സും. നെക്സ്റ്റ് വരുന്നത് ഏതാ എടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂസ്ഡ് ആവും. ഫാബ്രിക്കിൻ്റെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു എന്നാ പറയുന്ന ഒരു പേരയ്ക്കൊക്കെ ഇരിക്കുന്ന ഒരു ഷെയ്ഡ്. അതിനോടൊപ്പം അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു പിങ്ക് ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പേസ്റ്റൽ ഗ്രീൻ ആയിരിക്കും വെബ്സൈറ്റിൽ ഉണ്ടാവുന്നത്. 659 ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. എല്ലാം പേസ്റ്റൽ ചാർട്ട്, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള എ-ലൈൻ ടോപ്പാണ്. അപ്പോൾ ഹിപ്പ് ഒന്നും പിടിക്കും എന്നുള്ള പേടിയേ വേണ്ട. നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് മാത്രം നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. നമ്മുടെ വീഡിയോയിൽ നമ്മൾ എല്ലാ തരം ഫാബ്രിക്കും കൊണ്ടുവരാറുണ്ട്. ഗജി സിൽക്ക് ഫാബ്രിക്കിന് നിങ്ങൾ കേട്ടിട്ട് കാണും. അത്യാവശ്യം എക്സ്പെൻസീവ് സൈഡിലാണ്. നല്ലൊരു പാർട്ടി വെയർ ആക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഗജി സിൽക്ക് ഫാബ്രിക്. അതിലേക്ക് വരുന്ന ഒരു എ-ലൈൻ മോഡൽ ടോപ്പാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മലാജന്തേരിയുടെ ഒക്കെ ഒരു ലുക്കാണ്. പക്ഷേ ടച്ച് ചെയ്യുമ്പോൾ ഫീല് വേറെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഫീലാണ്. ബസ് ലൈനിൻ്റെ താഴെ നിന്ന് നല്ല കുറച്ച് കുഞ്ഞു കുഞ്ഞു ഗ്യാദേഴ്സ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് വരുന്ന എ-ലൈൻ ആണ്. സ്കാലപ്പ് ചെയ്തിരിക്കുന്ന നെക്ക് പാറ്റേൺ ആണ്. 3/4 ആണ് സ്ലീവ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു നിയോൺ ഗ്രീൻ ഷെയ്ഡാണ്. ഇത് ഫുള്ളി എന്നാ പറയുന്നത് യോക്കിലേക്കൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. കിഡിലനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഗജി സിൽക്കാണ്. കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലേക്കാണ്. 890 ഫ്രീ ഡെലിവറി. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. യോക്ക് പോർഷൻ
ഗജി സിൽക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്താണെന്ന് ട്രൈ ചെയ്യുക. എക്സ്പെൻസീവ് വിയർ ആണ്. ഓണിയൻ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. 890. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല കിഡിലനായിട്ടുള്ള മാരിഗോൾഡ് ഓറഞ്ച് ഷെയ്ഡാണ്. തീ പോലെ നിൽക്കുകയൊന്നുമില്ല, നല്ല പേസ്റ്റൽ ചാട്ടാണ് കേട്ടോ. ആൻഡ് ദ ഫൈനൽ ഷെയ്ഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ റെയർ ആയിട്ട് കിട്ടുന്ന നല്ല ഫ്ലെയർഡ് ടോപ്പാണ്. പൗഡർ ബ്ലൂ ഷെയ്ഡാണ്. വെരി ബ്യൂട്ടിഫുൾ, കംഫർട്ടബിൾ അറ്റ് ദ സെയിം ടൈം. പാർട്ടി വെയർ കളക്ഷൻസ് ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യുക. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ഒരു കിഡിലിൻ 3 പീസ് സെറ്റാണ്. നല്ല ഒരു പാർട്ടി വെയർ കോട്ടൺ കളക്ഷൻ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. യോക്കിലേക്ക് നല്ല മനോഹരമായിട്ടുള്ള ബീഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ചിക്കു ഷെയ്ഡ്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേരും. ഇന്ത്യൻ സ്കിൻ ടോണിന് സൈഡ് സെറ്റഡ് ആണ്, സ്ട്രൈറ്റ് കട്ടാണ്. ബോഡി പോർഷനിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പ്രിൻ്റാണ് യോക്കിലേക്ക്. അത് തന്നെയാണ് ബോട്ടത്തിന് യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയൊക്കെ കണ്ടോ, എന്തൊരു എലഗൻറ്റ് ക്ലാസി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണെന്ന് നോക്കി. ബോട്ടം പീസിൻ്റെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വരും. നല്ല ഭംഗിയുണ്ട്. ഇതേ ഫാബ്രിക് വെച്ചിട്ടാണ് നമ്മൾ യോക്ക് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള ബോട്ടമാണ്. 46+ ലെങ്തിലേക്ക് ടോപ്പ് വരും. S2XXL 1140. നെക്സ്റ്റ് വൺ വരുന്നത് കോറൽ പിങ്ക് ഷെയ്ഡാണ്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. മിറർ വർക്ക് വരുന്നുണ്ട്. കോട്ടൺ നിങ്ങൾ ഇപ്പം മേടിച്ചോ, നെക്സ്റ്റ് മന്തിലും വാറ് കണ്ടിന്യൂ ആയി പോവുകയാണെങ്കിൽ കോട്ടൺ നല്ല പ്രൈസ് ആയിരിക്കും കേട്ടോ. കാരണം ഇപ്പം തന്നെ കോട്ടന് നേരത്തെ ഞാൻ പറയുന്ന ഹോൾസെയിൽ പ്രൈസിൽ ഒരു 80 റുപ്പീസിന് ഫാബ്രിക് മീറ്റർ ആണെങ്കിൽ ഇപ്പോൾ അത് 170 ആ ഒരു പ്രൈസ്. മൽച്ചന്തേരി 170 200 ആയിരുന്നെങ്കിൽ 300 350. കഴിഞ്ഞ ദിവസം ഞാൻ മൽച്ചന്തേരി ഹോൾസെയിൽ നോക്കിയപ്പോൾ 600 ഒക്കെയാണ് റേറ്റ്. റീസൺ അവർ പറയുന്നത് ഗ്യാസ് ഉപയോഗിച്ച് അവർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കിട്ടാനില്ല, പ്രൊഡക്ഷൻ കോസ്റ്റ് ഹൈ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കോട്ടൺസ് ഒക്കെ ഇപ്പം മേടിച്ച് വെച്ചോ, ചൂടിനും തണുപ്പിനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം. അപ്പം ബോട്ടത്തിൻ്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്രൈസ് 1140. നെക്സ്റ്റ് കളർ ഇപ്പോൾ എന്നെ കണ്ട് ഞാൻ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോയി ആദ്യം കൈ പോകുന്നത് യെല്ലോ ഷെയ്ഡിലേക്കായിരിക്കും കേട്ടോ. നല്ല ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് മസ്റ്റാർഡ് യെല്ലോ. ബ്യൂട്ടിഫുൾ മിറർ വർക്ക്, ദുപ്പട്ട ആൻഡ് ബോട്ടം. ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. 3 പീസ് സെറ്റ്സ് ആണ്. പ്രൈസ് വരുന്നത് 1140. ഇന്നത്തെ വീഡിയോയുടെ ഫൈനൽ കളക്ഷൻ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രീമിയം മലായ ചന്തേരി ബൾക്ക് സ്റ്റോക്കിൽ ഞാനൊരു അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നേക്കുവാണ്. അതും നല്ല ഹാൻഡ് വർക്ക്. ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കേട്ടോ. മൾട്ടി കളർ ആയിട്ടുള്ള റെയിൻബോ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിഡ് ബസ്റ്റ് ലൈനിൽ നിന്നും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സാണ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ മെറ്റേണിറ്റി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും എനി ഏജ് ഗ്രൂപ്പ് ക്യാൻ യൂസ് ദിസ് പ്രോഡക്റ്റ്. 3/4 സ്ലീവ് വരുന്നുണ്ട്. എയർലൈനാണ് മോഡൽ വരുന്നത്. ഫുൾ ലെങ്തിലേക്ക് ലൈനിങ് വരുന്നുണ്ട്. 46ഓളം ടോപ്പ് ലെങ്ത് വരും. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. പ്രൈസാണ് ഹൈലൈറ്റ്. മലായി ചന്തേരി വെരി വെരി എക്സ്പെൻസീവ്. നമ്മുടെ പ്രൈസാണ് 679 വിത്ത് ഹാൻഡ് വർക്കാണ്. മിസ് ചെയ്യല്ല. S2XXL. ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമുക്ക് വേഗം പോകാം. ദ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ. നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാർക്ക് പീകോക്ക് ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. പീകോക്ക് ബ്ലൂ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല കിടിലനായിട്ടുള്ള റാണി പിങ്ക് ആണ്. പക്ഷേ വീഡിയോയിൽ ഭയങ്കര ഇടിവെട്ടായിരിക്കും. ഇടിവെട്ടൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാണി പിങ്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഡാർക്കസ്റ്റ് വേർഷൻ ഓഫ് മെഹന്തി ഗ്രീൻ കളറാണ്. അങ്ങനെ വരാറേ ഇല്ല. മലായി ചന്തേരിയാണ്. ഹാൻഡ് വർക്കാണ്. 679. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള പീച്ച് കളറാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ പീച്ച് കളർ. ഒരു പിങ്കിൻ്റെ ടിൻറ്റൂടെ ഉണ്ട്. അപ്പം നമുക്കൊരു പിങ്കിഷ് പീച്ച് എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് അതിമനോഹരമായിട്ടുള്ള റെഡിഷ് മെറൂൺ. എൻ്റെ കൈ ഫസ്റ്റ് ഈ ഒരു കളറിലേക്കായിരിക്കും പോകുന്നത്. കാരണം ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ഒരു അടിപൊളി കളർ വേറെ ഒരെണ്ണം പോലും ഇല്ല. അപ്പം കൺവെൻഷണൽ രീതി ഫോളോ ചെയ്യുന്നവർക്ക് ഈ ഒരു കളർ എപ്പോഴും ഫേവറേറ്റ് ആയിരിക്കും. റെഡിഷ് മെറൂൺ S2XXL. നെക്സ്റ്റ് കളർ നോക്കിയാൽ വയലറ്റ് ഇല്ലാതെ എന്താഘോഷം. ഇപ്പം എല്ലാത്തിലും വരുന്നൊരു കളറാണ് വയലറ്റ്. അത്രയധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള കളറാണ്. നെക്സ്റ്റ് കളറ് വീഡിയോയിൽ ചിലപ്പോൾ ഡള്ളായിട്ട് തോന്നും, പക്ഷേ ഡൾ ഷെയ്ഡല്ല. നല്ല കിടിലനായിട്ടുള്ള പ്യോർ ബ്ലാക്ക് ഷെയ്ഡ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മുടെ പീകോക്കിൻ്റെ ഫെദറിലൊക്കെ കാണുന്ന
ഒരു ബ്ലൂ ഷെയ്ഡുണ്ട്. ആ ഒരു പീക്കോക്ക് ബ്ലൂ ആണ്. പീക്കോക്കിൻ്റെ ഫെദറിൽ ശരിക്കും 3 ടൈപ്സ് ഓഫ് ബ്ലൂസ് ഉണ്ട്. നിങ്ങളത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം. പിന്നെ ആ ഒരു ഗ്രീനും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫെദറിൽ കാണുന്ന ആ ഒരു പീക്കോക്ക് ഗ്രീനാണ്. ടർക്കോയിസ് ബ്ലൂവിൻ്റെ ഒരു മിക്സ് കൂടെ വരും. വീഡിയോയിൽ നമ്മൾ പീക്കോക്ക് ബ്ലൂ എന്നായിരിക്കും എഴുതിയേക്കുന്നത്. ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഓണിയൻ മൗവ് മിക്സ് ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ്. അപ്പം ഓണിയൻ പിങ്ക് എന്നായിരിക്കും വെബ്സൈറ്റിലുണ്ടാകുന്നത്. അപ്പം വലിയ വീഡിയോ ആണ്, നല്ല പ്രൊഡക്ട്സ് ആണ്. നാളെ നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്തതാണ്. നാളത്തെ വീഡിയോ നമ്മൾ ക്യാൻസൽ ചെയ്യുവാണ്. ഇപ്പോൾ തന്നെ 4 മണിയായി. ഇതിൻ്റെ ബാക്കി വർക്കുകൾ മുഴുവൻ തീർക്കാനുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നെക്സ്റ്റ് വീഡിയോ സൺഡേ കളക്ഷൻസ് നമ്മൾ മൺഡേയിലായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ സാറ്റർഡേ കളക്ഷൻസ് മിസ് ചെയ്യേണ്ട. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ടേക്ക് കെയർ. എനി കംപ്ലയിൻറ്റ്സ് എനി ടൈം നിങ്ങൾക്ക് കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്തവരാണേലും അൺബോക്സിങ് വീഡിയോയിലുള്ള എന്ത് ഡാമേജസിനും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ചെയ്ത് തരും. അതില്ലാണ്ട് ബുദ്ധിമുട്ടാണ്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ടേക്ക് കെയർ.